ബി.ജെ.പിയിലെ വിമത സ്വരങ്ങൾ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിട്ടു പോയി. പിന്നീട് ഇപ്പോൾ ജഗദീഷ് ഷെട്ടാർ തിരിച്ചെത്തി. പക്ഷേ ഈശ്വരപ്പയെ പോലുള്ളവർ വിമത ശബ്ദം ഉയർത്തുന്നു. സദാനന്ദ ഗൗഡയെ പോലുള്ള പ്രാമുഖ്യം നഷ്ടപ്പെട്ട നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇതൊരു ഫാക്ടറാണോ ബി.ജെ.പിക്ക്? ഫാക്ടറാണ്. പല പല മണ്ഡലങ്ങളിലും ഇതൊരു പക്ഷേ ബാധിക്കുകയും ചെയ്തേക്കാം. ഇപ്പോൾ ശിവഗിരിയിൽ എത്രയ്ക്കത് ഈശ്വരപ്പം അവിടെ സ്ഥാനമായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കത് വിജയേന്ദ്രയുടെ ജയത്തെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങേയറ്റം പോയാൽ ഈശ്വരപ്പയ്ക്ക് ഇത് 1,00,000 താഴെ വോട്ടേ പിടിക്കാൻ പറ്റുകയുള്ളൂ. അത് ബി.ജെ.പിയെ അത്രയ്ക്ക് ബാധിക്കില്ല എന്നൊക്കെയാണ് പൊതുവെ കരുതുന്നത്. പക്ഷേ പലയിടത്തും ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിലും മറ്റു തരത്തിൽ പാർട്ടിക്ക് ഉള്ളിലുള്ള വിഷമങ്ങളുടെ പേരിലും സ്ഥാനാർത്ഥികൾക്ക്, അതായത് ബി.ജെ.പിക്ക് പാർട്ടി എന്ന പേരിലും സ്ഥാനാർത്ഥികൾക്കും വിഷമം നേരിട്ട് വന്നിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. ഇപ്പോൾ ഈ ഹാസനിൽ തന്നെ വീണ്ടും നമ്മൾ ഹാസനിലേക്ക് പോകാം. ഹാസനിൽ തന്നെ ബി.ജെ.പി പ്രജ്വൽ ദേവണ്ണയ്ക്ക് വേണ്ടിയിട്ട് ശരിയായിട്ട് ശരിക്ക് പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ഒക്കെ അതുപോലെ തന്നെ പല സ്ഥലത്തുമുണ്ട്. ബി.ജെ.പി പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ, ജാതി പ്രശ്നങ്ങളുടെ പേരിൽ ഇതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹുബ്ലി മണ്ഡലത്തിൽ പ്രഹ്ലാദ് ജോഷിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ബ്രാഹ്മണനാണ്. ഹുബ്ലി ഒരു ലിംഗായത്ത് പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. ആദ്യം ഹുബ്ലി സിറ്റിയും ഹുബ്ലി പാർലമെൻറ്റ് മണ്ഡലവും. അവിടെയുള്ള ലിംഗായത്ത് സ്വാമിമാർ തന്നെ എതിർത്തു ഇദ്ദേഹത്തെ, ജോഷിയെ. ജോഷിയാണ് കഴിഞ്ഞ തവണ ഷട്ടർക്ക് സീറ്റ് നിഷേധിച്ചത് അസംബ്ലി ഇലക്ഷനിൽ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ ഈ തവണ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ നോമിനേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ലിംഗായത്ത് മഠത്തിലെ സ്വാമി ജോഷിക്കെതിരായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിന്നീട് അത് പലരുമൊക്കെ ഇടപെട്ട് പിൻവലിച്ചു എന്നാണ്. പക്ഷേ എന്നാൽ തന്നെ അതിനേക്കാൾ ചെറിയൊരു സ്വാമി ഇപ്പോഴും ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്നായിരിക്കും, പ്രചരണത്തിനെങ്കിലും നിൽക്കുന്നുണ്ടെന്നായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള വിഷമങ്ങൾ പലയിടത്തും ബി.ജെ.പിക്കുണ്ട്. ലിംഗായത്തുകളുടെ ഇടയ്ക്ക് തന്നെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലിംഗായത്ത് സമുദായം ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പൊതുവേ പറയാം. പക്ഷേ ഇതിൽ തന്നെ ലിംഗായത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ന്യൂമറസ് ആയിട്ടുള്ള, കുറച്ച് എണ്ണം കൂടുതലുള്ള ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് അല്പം അകൽച്ച ബി.ജെ.പിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അതിൽ വേറൊരു വിഭാഗം, കുറച്ചുകൂടി എണ്ണത്തിൽ കുറവായിട്ടുള്ള വേറൊരു വിഭാഗം, പക്ഷേ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുറച്ച് കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലെ സ്ഥാനങ്ങളും ഇവരൊക്കെ അതിൽപ്പെടും. പാർട്ടി സെക്ടർ ഇവരൊക്കെ അതിൽപ്പെടും. അതുപോലെ പാർട്ടിക്കുള്ള MLA മനുഷ്യ സ്ഥാനങ്ങളും എല്ലാം കൈയടക്കി വയ്ക്കുന്നു എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗത്തിന് അല്പം അകൽച്ച ബി.ജെ.പിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്രയ്ക്ക് ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വേറെ ചില സ്ഥലത്ത്, അതായത് ഇപ്പോൾ ബീഡർ എന്നുള്ള അങ്ങേറ്റത്തെ ഒരു മണ്ഡലമാണ്. അവിടെ മറാത്താസ് ബി.ജെ.പിയുടെ ഒരു വളരെ അടുത്ത ഒരു വിഭാഗമാണ്. അവർ പണ്ടേ ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ മറാഠ കമ്മ്യൂണിറ്റി ഒരല്പം ബി.ജെ.പി ആയിട്ട് അകന്നു തുടങ്ങി എന്നും ഒരു അഭിപ്രായം ഉണ്ട്. ഇപ്പോൾ ഈ ബീഡർ മണ്ഡലത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു, അതായത് ബി.ജെ.പിക്ക് എതിരായിട്ടൊരു മറാഠ ലീഡർ തന്നെ മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ മണ്ഡലങ്ങളിലുള്ള പ്രത്യേക വിഷമങ്ങളാണ്, പ്രത്യേക പ്രശ്നങ്ങളാണ്. അത് പലയിടത്തും പല രീതിയിലും പാർട്ടിയെ ബാധിക്കാവുന്നതുമാണ്.